ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള ഒരു PDF ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ PDF എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറിൻ്റെയും മലയാള വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് വിവിധ പാർട്ടുകളായിട്ട്, വിവിധ ഭാഗങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പാർട്ട് എ വൊക്കാബുലറി, വേർഡ്സുമായി ബന്ധപ്പെടുന്ന, വേർഡ്സിൻ്റെ ഗ്രാമറുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളാണ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ മലയാള വിശദീകരണം പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു PDF എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഉണ്ട്. ആൻസർ, ചില ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ കറക്റ്റ് അല്ല, ടൈപ്പ് മീൻസ് അത് ടിക്ക് ചെയ്ത DTP വർക്ക് ചെയ്ത സമയത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന, ഇതിൽ കൊടുത്ത ഗ്രീൻ ടിക്ക് അത് തെറ്റായിരിക്കാം. പക്ഷെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അത് തന്നെ എഴുതണം. കാരണം എക്സാം ഈ ഒരു PDF ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ, പിന്നെ ഗൂഗിൾ ഫോം ആയാലും അതല്ല വേറെ ആപ്പ് വഴി ആയാലും എക്സാം നടക്കുക. അതുകൊണ്ട് ഈ എക്സാം നടത്തുന്ന ആപ്പിൽ കൊടുക്കുന്ന ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസറാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ടിക്ക് ചെയ്ത ആൻസർ തന്നെ എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ഭാഗം സിനോണിമാണ്. സോ സിനോണിം എന്ന വാക്കിൻ്റെ അർത്ഥം പര്യായ പദം എന്നാണ്. അതായത് ഇപ്പം നമ്മൾ മലയാളത്തിൽ പര്യായ പദം എന്ന് പറയാറുണ്ട് അല്ലേ? ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ് പര്യായ പദങ്ങൾ. സോ ഇവിടെ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഹാപ്പി എന്ന വേർഡിൻ്റെ പര്യായ പദമാണ്. സിനോണിം ഓഫ് ഹാപ്പി ഈസ്. ഇവിടെ താഴെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്: സാഡ്, ജോയ്ഫുൾ, ആംഗ്രി, ഫിയർഫുൾ. ഇവിടെ ഹാപ്പി എന്ന അർത്ഥം വരുന്ന ആ വേർഡ് ജോയ്ഫുൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് കാണാൻ കഴിയും അനോണിം. സോ അനോണിം എന്ന് പറഞ്ഞാൽ വിപരീത പദം എന്നാണ് അർത്ഥം. സ്ട്രോങ് എന്ന വേർഡിൻ്റെ വിപരീത പദം അതവിടെ കൊടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, വീക്ക്. മറ്റുള്ളതൊന്നും വിപരീത പദങ്ങളല്ല. ഓക്കെ, വീക്കാണ് കൃത്യമായ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ റിസീവ്, പിന്നെ റിസൈവ്, ഇങ്ങനെ 4 വാക്കുകളും വ്യത്യസ്തമായ സ്പെല്ലിങ്ങിലാണ്. ഇവിടെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് B ആണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ബ്രേവ് എന്ന വേർഡിൻ്റെ സിനോണിം അഥവാ പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്: കവർലി, ഫിയർലെസ്, വീക്ക്, ടിമിഡ്. ഒരു പക്ഷേ B ഒഴികെ ബാക്കിയുള്ളതൊക്കെ തന്നെ ബ്രേവ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആവാൻ സാധ്യതയുള്ള വാക്കുകളാണ്. അതുകൊണ്ട് ഇവിടെ ഫിയർലെസ് ആണ് കറക്റ്റ് ആൻസർ, B ആണ് കറക്റ്റ് ആൻസർ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക, കാണാൻ കഴിയും. 5ാമത്തെ ക്വസ്റ്റ്യൻ, അനോണിം ഓഫ് ഓണസ്റ്റ്. ഈ ഓണസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സത്യസന്ധൻ, സത്യസന്ധനായ എന്നൊക്കെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അനോണിം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓപ്പോസിറ്റ് ആണ്. അത് ഡിസോണസ്റ്റ് ആണ്, ഡിസോണസ്റ്റ്. ഇനി വൺ വേർഡ്, അതായത് ഇവിടെ അർത്ഥം ഇംഗ്ലീഷിൽ അർത്ഥം കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ വൺ വേർഡ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എ പേഴ്സൺ ഹൂ റൈറ്റ്സ് പോയംസ്. കവിത എഴുതുന്ന ആളെ നമ്മൾ എന്താ പറയുക? പോയറ്റ്. ഓക്കെ, ഇനി വീണ്ടും ഇൻ്റലിജൻറ്റ് എന്ന വേർഡിൻ്റെ, ഇൻ്റലിജൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധിയുള്ള എന്നാണ്. അതിൻ്റെ സിനോണിം പര്യായപദമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ക്ലവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ എഴുത്ത് നോക്കിക്കോളൂ. അനോണിം ഓഫ് ഏളി. ഏളി എന്നാൽ നേരത്തെ എന്നർത്ഥം വരുന്ന വാക്കാണല്ലോ അല്ലേ? അതിൻ്റെ വിപരീത പദം എന്താ വരിക? ലേറ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ജെൻഡറുമായി ബന്ധപ്പെടുന്ന, നമ്മൾ പുല്ലിംഗം, സ്ത്രീലിംഗം എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ സെക്കൻഡ് ലെസണിൽ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ലയൺ. ലയൺ, സിംഹം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്. ലയൺ പുല്ലിംഗമാണ്, നമ്മളോട് ചോദിച്ചത് അതിൻ്റെ സ്ത്രീലിംഗമാണ്. അപ്പോൾ ലയണസ് എന്നാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് പ്ലൂരൽ ഓഫ് ചൈൽഡ്. അത് നമ്മൾ സെക്കൻഡ് ലെസണിൽ വിശദീകരണമുണ്ട്. ചൈൽഡ് എന്ന വാക്കിൻ്റെ ബഹുവചനം ചിൽഡ്രൻ എന്നാണ് കറക്റ്റ് ആൻസർ. ഇനി പാർട്ട് B
നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാർട്ട് ബിയിൽ വേർഡ്സ് അല്ല, പകരം ഗ്രാമറിൻ്റെ പാർട്ടാണ് വരുന്നത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കിക്കോളൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വെർബ്. താഴെ കൊടുത്ത വാക്യത്തിൽ ഏതാണ് വെർബ് എന്ന് നമ്മൾ തിരിച്ചറിയണം, ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അവിടെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് ആൻസർ റൺസ് ആണ്, ഓടുന്നു എന്നർത്ഥം വരുന്ന റൺസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12, ഷീ ഡേഷ് ടു സ്കൂൾ എവ്രി ഡേ. നമ്മൾ ഈ എവ്രി ഡേ എന്നൊക്കെ പറയുമ്പോൾ അത് എന്നും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പതിവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെ പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ 7ാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ ഗോ, ഗോസ്, ഗോയിങ്, ഗോൺ 4 ഓപ്ഷൻ ഉണ്ട്. ഗോസ് ആണ് കറക്റ്റ് ആൻസർ. അഥവാ സിമ്പിൾ പ്രസൻറ്റ്, ഗോൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ഫോം GOES സ്പെല്ലിങ് വരുന്ന ഗോസ് ആണ്. ഓക്കെ, അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ്. അഥവാ ഷീ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഗോസ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കറക്റ്റ് ആർട്ടിക്കിൾ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് അത് പിന്നെ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞതുകൊണ്ടായിരിക്കണം അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും നമുക്ക് ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ചെറിയൊരു പരാമർശം അതിനെക്കുറിച്ച് പറയാതെ വയ്യ. എന്താണ് ആർട്ടിക്കിൾ? നമ്മൾ ഇംഗ്ലീഷിൽ ഒരു എന്നർത്ഥം വരുന്ന ആൻ ഈ 2 വാക്കുകളെയും പൊതുവായി പറയുന്ന പേരാണ് ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിൾ തന്നെ ഒന്നും കൂടി പറയാനുണ്ട്, THE, ദി. ഓക്കെ, ഈ എയും ആനും നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ഒരു വേർഡ് ആരംഭിക്കുന്നത് അത് നമ്മൾ നോക്കണം. ഇംഗ്ലീഷിലെ ഒരു നൗണ് ആരംഭിക്കുന്നത് വവൽ സൗണ്ട് വെച്ചുകൊണ്ടാണോ അതോ കോൺസണൻ്റ് സൗണ്ട് വെച്ചുകൊണ്ടാണോ? ഞാനിവിടെ സൗണ്ട് എന്ന വേർഡ് പ്രത്യേകം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വവൽ ലെറ്റേഴ്സോ അല്ലെങ്കിൽ കോൺസണൻ്റ് ലെറ്റേഴ്സോ അല്ല, സൗണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ വവൽ സൗണ്ടോ അതല്ലെങ്കിൽ കോൺസണൻ്റ് സൗണ്ടോ വെച്ചുകൊണ്ടാണെങ്കിൽ നമ്മൾ അവിടെയാണ് എയും ആനും ഉപയോഗിക്കേണ്ടത്. അതിൽ വവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ ആൻ ഉപയോഗിക്കണം, കോൺസണൻ്റ് സൗണ്ട് ആണെങ്കിൽ എ ഉപയോഗിക്കണം. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ. നമുക്കറിയാം ആപ്പിൾ എന്ന വേർഡിൻ്റെ ആദ്യാക്ഷരം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വവൽ സൗണ്ടാണ്. സോ ആൻ ആപ്പിൾ എന്നാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഗ്രാമറിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി വരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഗ്രാമറിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. റണ്ണ് എന്ന വേർഡിൻ്റെ V2 ഫോം, അതാണ് പാസ്റ്റ് ടെൻസ് ഫോം റണ്ണ് എന്ന വേർഡിൻ്റെ. ഓക്കെ, അത് നമുക്കറിയാം റാൻ. അവിടെ ഓപ്ഷൻ കാണാൻ കഴിയും, റാൻ. ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ 4th ചാപ്റ്റർ അഡ്ജക്റ്റീവ്. ആ ചാപ്റ്ററിൽ നമ്മൾ ഡിഗ്രി ഓഫ് കമ്പാരിസൺ പ്രത്യേകം പഠിച്ചിരുന്നു. പോസിറ്റീവ്, കമ്പാരേറ്റീവ്, സൂപ്പർലേറ്റീവ് ഓർമ്മയിലുണ്ടാവും അല്ലേ? ഓക്കെ, ടോള് എന്ന വേർഡിൻ്റെ കമ്പാരേറ്റീവ് ഫോമാണ് ചോദിച്ചേക്കേണ്ടത്. വേഗം ആൻസർ കണ്ടെത്താൻ കഴിയും, ടോളർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഗുഡ് എന്ന വേർഡിൻ്റെ സൂപ്പർലേറ്റീവ് ആണ്. ഈ നമ്മൾ മിക്ക അഡ്ജക്റ്റീവിൻ്റെയും അവസാനത്തിൽ ERO ESTO ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവിൽ നിന്നും യഥാക്രമം കമ്പാരേറ്റീവും സൂപ്പർലേറ്റീവും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? എന്നാൽ ഈ ഗുഡ്, ബാഡ് തുടങ്ങിയ അഡ്ജക്റ്റീവുകൾ നമ്മളൊന്ന് പഠിച്ചിരുന്നു, ഇറഗുലർ കമ്പാരിസൺ ആണ്. അതായത് ERO ESTO ചേർത്തുകൊണ്ട് നമുക്ക് ഇവയുടെ കമ്പാരേറ്റീവും സൂപ്പർലേറ്റീവും പോസിറ്റീവിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയൂല. അപ്പോൾ ഇവക്ക് പ്രത്യേകമായ ഫോമുകളുണ്ട്. അത് നമ്മൾ പഠിച്ചിരുന്നു, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പോൾ ഗുഡ് എന്ന വേർഡിൻ്റെ ആ ഒരു വേർഡിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ്. ഇനി അടുത്തതും നോക്കൂ നിങ്ങൾ, ചേഞ്ച് ഇൻ ടു ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തൊരു വാക്യം നമ്മൾ ചോദ്യമാക്കി മാറ്റണം. അപ്പോൾ ചോദ്യം ഇവിടെ നമുക്ക് പല മോഡലും ചോദ്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഇവിടെ കൊടുത്തതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അത് നമുക്കറിയാം, ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി പഠിച്ചതാണ് അല്ലേ? ആ ഈസ് ആദ്യം എഴുതി കഴിഞ്ഞാൽ ഈസ് ഷീ റീഡിങ് എ ബുക്ക്, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ആണ് കറക്റ്റ് ആൻസർ. ഈസ് ഷീ റീഡിങ് എ ബുക്ക്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 18th ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. പ്രിപ്പോസിഷൻ, കറക്റ്റായ പ്രിപ്പോസിഷൻ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഈസ് സിറ്റിംഗ് ഡാഷ് ദ ചെയർ.
ഏതൊരാളും ഒരു കസേരയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ കസേരന്മേലാണ്, കസേരയുടെ മേലെ അയാൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ മേൽ എന്ന് പറയാൻ വേണ്ടി ഓണാണ്, അവിടെ ഇന്നല്ല ചേർക്കേണ്ടത്, കറക്റ്റ് ഓണാണ്. ഓക്കെ, അപ്പോൾ ഹീ ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. ഓക്കെ, അടുത്തതായിട്ട് 19th ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്. നമ്മൾ അവിടെ കൊടുത്ത വാക്യം നമ്മൾ നെഗറ്റീവായിട്ട് മാറ്റണം. ഷീ ലൈക്സ് കോഫി. അവൾക്ക് കോഫി ഇഷ്ടമാണ്. കണ്ടോ, ലൈക്ക് എന്ന വേർഡിൻ്റെ കൂടെ യെസ് ഉണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ യെസ് ഉപയോഗിക്കുന്ന വാചകങ്ങൾ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ വാചകങ്ങളാണ് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ആ ഭാഗം, ഇല്ലെങ്കിൽ വീണ്ടും റെക്കോർഡ് ക്ലാസ് കേൾക്കണം. അപ്പോൾ അവിടെ നമുക്ക് ലൈക്സ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും യെസ് അല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, അവിടെ ഒരു വേർഡ്, അവിടെ ഒരു ഓക്സിലറി ഒളിഞ്ഞിരിക്കുകയാണ്. ആ ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറിയാണ് DOES. മറക്കണ്ട, DOES, ഡസ്. ആ ഡസ്സിൻ്റെ അവസാനത്തെ എസ് ആണ് ലൈക്കിൻ്റെ അവസാനം കാണുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വേഗം പിടികിട്ടും. ഓക്കെ, ഷീ ലൈക്സ് കോഫി, അതിൻ്റെ കറക്റ്റ് നെഗറ്റീവ് എന്താ വരിക? ഷീ ഡസീൻറ്റ് ലൈക്ക് എ കോഫി. നമ്മൾ ഓക്സിലറി വെർബിൻ്റെ കൂടെ മാത്രമല്ലേ നോട്ട് ചേർക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ അതാണ് ചുരുങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഈസ് നോട്ട് ഈസിൻറ്റ്, ഡു നോട്ട് ഡോണ്ട് അല്ലേ? അതുപോലെ ഡസ് നോട്ട് ഡസീൻറ്റ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ വരിക? ഷീ ഡസീൻറ്റ് ലൈക്ക് കോഫി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് പ്രനൗണ്. ഇവിടെയും നമുക്ക് കറക്റ്റ് പ്രനൗണ് ചേർക്കാനാണ് പറഞ്ഞേക്കേണ്ടത്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ആ മിസ്റ്റേക്കിനെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഈ ഒരു മിസ്റ്റേക്കുള്ള ഭാഗം നോക്കിയിട്ടാണ് ആപ്പിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിന് കൊടുക്കുന്ന ആൻസറും ഇതിൽ ആൻസറാണ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിയായ ആൻസർ, യുക്തിക്ക് തോന്നിയ പോലെ ശരിയായ ആൻസർ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആപ്പിൽ വരുമ്പോൾ അത് തെറ്റാവാനുള്ള സാധ്യത ഉണ്ട്, അവിടെ ഒരു മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊടുത്ത ആൻസർ എല്ലാവരും ഫോളോ ചെയ്യുക. ദിസ് ഈസ് മൈ ബുക്ക് എന്നാണ്, ബി ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. എന്നാൽ ഇവിടെ കൊടുത്ത ആൻസർ എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. മൈൻ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് പാർട്ട് സി, സെൻറ്റൻസ് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ നമ്മൾ വാക്യങ്ങളെ കൂട്ടിച്ചേർക്കുന്ന കൺജങ്ഷന് യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ റിപ്പോർട്ട് സ്പീച്ച്, പാസീവ് വോയിസ്, അതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, യൂസ് ദ റൈറ്റ് കൺജങ്ഷൻ. താഴെ കൊടുത്ത വാക്യത്തിന് നമ്മൾ ശരിയായ കൺജങ്ഷൻ യൂസ് ചെയ്യണം. ഐ വാസ് ടയേർഡ് ഡാഷ് ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. അവിടെ നമുക്ക് പല കൺജങ്ഷനും യൂസ് ചെയ്യാം, പക്ഷെ കറക്റ്റ് കൺജങ്ഷൻ ഏതാണ്? ബട്ടാണ് വരിക. കാരണം എന്താണ്? ഐ വാസ് ടയേർഡ്, ഞാൻ ക്ഷീണിച്ചു. ഐ ഫിനിഷ്ഡ് മൈ വർക്ക്, ഞാൻ ജോലി പൂർത്തിയാക്കി. ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും ചേരൂല. ഒന്ന് നെഗറ്റീവ് സെൻസുള്ളതാണ്. കാരണം സാധാരണ ക്ഷീണിതനായി കഴിഞ്ഞാൽ പിന്നെ ആരും ജോലി പൂർത്തിയാക്കാൻ നിൽക്കൂല, ജോലി നിർത്തിവെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ വൈരുദ്ധ്യം, പരസ്പരം വൈരുദ്ധ്യമുള്ള രണ്ട് വാക്യങ്ങൾ വന്നിട്ടുണ്ടത്. കാരണം ഐ വാസ് ടയേർഡ്, ഞാനൊക്കെ ക്ഷീണിച്ചു, എന്നിട്ടും അല്ലെങ്കിൽ പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കറക്റ്റായി ചേർക്കേണ്ടത് ബട്ട് തന്നെയാണ്, BUT. അപ്പോൾ ബട്ട് ആൻസർ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് പാസീവ് വോയിസിലേക്ക് മാറ്റാനുള്ളതാണ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പോൾ നമുക്കറിയാം ലെറ്ററാണ് ആദ്യം വരിക അല്ലേ? പിന്നെ ലെറ്റർ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഈസ് ഉപയോഗിക്കണം. പിന്നെ റൈറ്റിൻ്റെ V3 നമ്മൾ ആഡ് ചെയ്യണം. നമ്മളന്ന് പ്രത്യേകം നമ്മൾ ആ ഭാഗം PDF വേറെ തയ്യാറാക്കിയിട്ട് പഠിച്ചിരുന്നു അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം മാത്രമല്ല പഠിച്ചത്, അത് കൂടെ തന്നെ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ വരിക? എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ. കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 23th ക്വസ്റ്റ്യൻ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാനുള്ളതാണ്. ഹീ സെറ്റ് ഐ ആം ഹാപ്പി. നമുക്കറിയാം ഹീ സെറ്റ് ദാറ്റ് ഹീ വാസ് ഹാപ്പി. ഞാനിവിടെ ഒന്നും കൂടുതൽ ഡെഫിനിഷൻ പറയാത്തത് എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ് എടുക്കേണ്ട സമയത്ത് ഇത് അത്യാവശ്യം 4-5 ദിവസം വെച്ചാണ് ഈ ഭാഗം നമ്മൾ തീർത്തത് അല്ലേ? കറക്റ്റായിട്ട് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി 24 ഏതാ ക്വസ്റ്റ്യൻ? ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ്. താഴെ കൊടുത്ത വാക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വേർഡും സെൻറ്റൻസ് ഗ്രാമറും മാറി മാറി വരും. അപ്പോൾ താഴെ കൊടുത്ത വാക്യത്തിൽ ഏതാണ് അഡ്ജക്റ്റീവ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ടോള് വേഗം കണ്ടെത്താൻ പറ്റും. ടോളാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തതിൽ നമ്മൾ ആഡ്വർബ് തിരിച്ചറിയണം, അത് കണ്ടെത്തണം.
അപ്പോൾ നമുക്കറിയാം, നോർമലി ഞാൻ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിരുന്നു, ആഡ്വർബുകളെ തിരിച്ചറിയൽ അടയാളം മിക്ക ആഡ്വർബും 100% എന്ന് പറയാൻ വയ്യെങ്കിലും ഒരു 95% ആഡ്വർബുകളുടെയും അവസാനത്തെ അക്ഷരം എല് വൈ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തിരിച്ചറിയാൻ പറ്റും. സ്വീറ്റ്ലി ആണ് കറക്റ്റ് ആൻസർ. ഇനി വീണ്ടും പാർട്ട് ബി, നമുക്ക് ഗ്രാമറിൻ്റെ ഭാഗം കണ്ടിന്യൂ ചെയ്യാണ്. പാർട്ട് ബി നോക്കൂ നിങ്ങൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. താഴെ കൊടുത്ത വാക്ക് ഏതാണ് അവിടെ കറക്റ്റ് ആവുക? ഇത് ടെൻസുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ഷീ ഈസ് ഗോയിങ് ആണ്, ഷിയാറോ ഷീ ആമോ ഷീവാസും പിന്നെ ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഷീവാസും ശരി തന്നെയാണ് ആൻസർ. പക്ഷേ കറക്റ്റ് ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക, ഷീ ഈസ്. ഇനി അടുത്തത് 27, കറക്റ്റ് ഫോം. ഹീ ഡാഷ് യെസ്റ്റർഡേ. അവിടെ നമ്മൾ വെർബിൻ്റെ V2 ആണ് ഉപയോഗിക്കേണ്ടത്. ഗോ എന്ന വെർബിൻ്റെ V2 അവിടെ കൊടുത്തിരിക്കുന്നത് വെൻ്റാണ്. ഓക്കെ, ആണ് കറക്റ്റ് ആൻസർ. 28, ചൂസ് ദ ആർട്ടിക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആർട്ടിക്കിളിൻ്റെ കാര്യം. ഷീ ബോട്ട് ഡാഷ് ഓറഞ്ച്. ഓറഞ്ചിൻ്റെ ആദ്യ ശബ്ദം വവൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ ഓറഞ്ച് ആണ് കറക്റ്റ് ആൻസർ. ഇനി ഫ്യൂച്ചർ ടെൻസ് ഓഫ് ഈറ്റ്. ഈറ്റിൻ്റെ ഫ്യൂച്ചർ എന്താണ് വരിക? ഈസി ആണ്, കാരണം നമ്മൾ ആ വെർബിൻ്റെ കൂടെ ഓസ്ലറി വിൽ ഉപയോഗിച്ചാൽ മതി, വിൽ ഈറ്റ്. ഓക്കെ, അടുത്തത് കറക്റ്റ് കമ്പാരറ്റീവ് ഓഫ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന വേർഡിൻ്റെ കറക്റ്റ് കമ്പാരറ്റീവ് ഫോം എന്താണ്? നമുക്കറിയാം, മോർ ബ്യൂട്ടിഫുൾ. ഒന്ന് പറഞ്ഞു, നമ്മൾ 2 3 അതിലേറെയോ വവൽ സൗണ്ട് വരികയാണെങ്കിൽ, വവൽ ലെറ്റേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ ERഉം ESTയും ചേർത്തുകൊണ്ട് കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കാൻ പാടില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് മോറ് കമ്പാരറ്റീവ് കിട്ടാൻ ആ അഡ്ജക്റ്റീവിൻ്റെ മുമ്പിൽ മോറ് ചേർക്കാം, സൂപ്പർലേറ്റീവ് കിട്ടാൻ ആ അഡ്ജക്റ്റീവിന് മുമ്പിൽ മോസ്റ്റും ചേർക്കാം. ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ മോർ ബ്യൂട്ടിഫുൾ ആണ് കറക്റ്റ് ആൻസർ. ഇനി ബാഡ് എന്ന വേർഡിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ്. നമുക്കറിയാം, ബാഡ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ കമ്പാരിസൺ. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇറഗുലർ കമ്പാരിസണിൽ പെട്ടതാണ്. അതുകൊണ്ട് വേസ്റ്റ് എന്നതാണ് കൃത്യമായ ആൻസർ. ഇനി താഴെ കൊടുത്ത വാക്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അതിൻ്റെ കറക്റ്റ് പാസ്റ്റ് എന്താ വരിക? ഷീ റോട്ട് എ ലെറ്റർ. ഓക്കെ, ഇനി ചൂസ് കറക്റ്റ്. ഹീ ഈസ് ഡാഷ് ഓണസ്റ്റ്. അവിടെ നമുക്കറിയാം ആർട്ടിക്കിൾ തന്നെയാണ്. ഓണസ്റ്റ് എന്ന വേർഡ് എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് നിങ്ങളെ മാക്സിമം കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കാരണം ഓണസ്റ്റ് എന്ന വേർഡ് നോക്കുമ്പോൾ ഓണസ്റ്റ് എന്ന വാക്കിൻ്റെ ആദ്യാക്ഷരം എച്ച് ആണ്. അപ്പോൾ എച്ച് കൊണ്ട് നമ്മൾ ആ വാക്ക് പലപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ വായിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കാറുള്ളത് ഹോണസ്റ്റ് എന്നാണ് വായിക്കാറുള്ളത്. എന്നാൽ അവിടെ എച്ച് സൈലൻ്റ് ആണ്, എച്ച് അവിടെ വായിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ വാക്കിൻ്റെ ആദ്യാക്ഷരം, ആദ്യ ശബ്ദം കോൺസണൻ്റ് സൗണ്ട് അല്ല, വവൽ സൗണ്ടാണ്. അവിടെ എച്ച് സൈലൻ്റ് ആകുമ്പോൾ ഓ ആണ് സൗണ്ടായി വരിക. അപ്പോൾ വവൽ സൗണ്ട് ആയതുകൊണ്ട് അവിടെ ആൻ ഓണസ്റ്റ് മാൻ എന്നാണ്, ആനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗമാണ്, പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കണമെന്ന് പ്രത്യേകം പറയാൻ കേട്ടോ. ഓക്കെ, 34th ക്വസ്റ്റ്യൻ. യൂസ് മച്ച് ഓർ മെനി. മച്ചാണോ യൂസ് ചെയ്യേണ്ടത്, മെനി ആണോ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മളൊന്ന് അഡ്ജക്റ്റീവ് പറഞ്ഞപ്പോൾ ഈ ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങളെ ശ്രദ്ധയിലേക്കായി ഒന്നും കൂടി പറയുകയാണ്. നമ്മൾ എണ്ണാൻ കഴിയുന്ന വസ്തുക്കളാണെങ്കിൽ എത്ര എണ്ണം എന്ന് ചോദിക്കാൻ വേണ്ടി ഹൗ മെനി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ സാധാരണ സ്റ്റേഷനറി കടയിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പലതും കൂടുതലും എണ്ണിയല്ല വാങ്ങാറുള്ളത്, തൂക്കിയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ തൂക്കി വാങ്ങുന്ന സാധനങ്ങളൊക്കെ തന്നെ ഹൗ മച്ച് എന്ന രീതിയിലാണ് നമ്മൾ എത്ര മാത്രം, എത്ര അളവ് എന്നെല്ലാം യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ബുക്സ് നമ്മൾ എവിടെയും തൂക്കി വാങ്ങാറില്ല അല്ലേ? ഇപ്പോഴൊക്കെ ചില സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ നോട്ട് പുസ്തകങ്ങൾ തൂക്കി വിൽക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കോ മറ്റു ബുക്കുകളൊന്നും പൊതുവിൽ നമ്മൾ തൂക്കി വാങ്ങാറില്ല, തൂക്കി വിൽക്കാറുണ്ടാവൂലേ? ഓക്കെ, അതുകൊണ്ട് ഹൗ മെനി എണ്ണാണ്, ബുക്സ് അവിടെ എണ്ണ ചെയ്യേണ്ടത്. ഓക്കെ, തൂക്കല്ല ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണുന്ന വസ്തുക്കളാണെങ്കിൽ ഹൗ മെനി ആണ് യൂസ് ചെയ്യേണ്ടത്. ഹൗ മെനി ബുക്സ് ആർ ദർ, മെനി ആണ് കറക്റ്റ് ആൻസർ. ഇനി ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം നമ്മൾ കൊടുത്തിരുന്നു, പിന്നീട് ഒഴിവാക്കിയ ഭാഗമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്, പക്ഷേ ശ്രദ്ധ കൊടുത്താൽ മതി, ഇത് മനസ്സിലാവും.
ഓക്കെ, ഷീ ഈസ് എ ടീച്ചർ. അവിടെ ഈ ക്വസ്റ്റ്യൻ ടാഗ്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ചോദ്യവാല്. നമ്മൾ ചോദ്യവാല് എന്ന് പഠിക്കണ്ട. നമ്മൾ സാധാരണ മലയാളത്തിൽ ചില കാര്യങ്ങളിൽ കൺഫർമേഷൻ ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പറയാറുണ്ട്. പിന്നെ അവൾ ഒരു ടീച്ചറാണ് ലേ. ആ ലേന്ന് ചോദിക്കുന്നത്, ലേ എന്ന് ചോദിക്കുന്നത് നമുക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അതൊന്ന് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ് ലേ. ഓക്കെ, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ്. മലയാളത്തിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അവിടെ കൊടുത്ത ഓസ്ലറി ഏതാണെന്ന് നോക്കുക. ആ ഓസ്ലറിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ചുരുക്കുക, ഫസ്റ്റിലെ സബ്ജക്റ്റ് മാറ്റി എഴുതി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വരും, ഈസ് ഇൻ ഷീ, ഈസ് ഇൻ ഷീ. ഇനി ആറാണെങ്കിൽ ആർ ഇൻറ്റ് ദേ. ഓക്കെ, ഇനി ഡു ആണെങ്കിൽ ഡോണ്ട്, ഡസ് ആണെങ്കിൽ ഡസിൻറ്റ്, അങ്ങനെയൊക്കെ വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഷീ ഈസ് എ ടീച്ചർ, ഈസ് ഇൻ ഷീ. ഓക്കെ, ഇനി താഴെ കൊടുത്ത വാക്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. താഴെ കൊടുത്ത 4 വാക്യമുണ്ട്, അതിൽ 3 വാക്യവും മിസ്റ്റേക്ക് ഉണ്ടാവും, ഒരു വാക്യം മാത്രമേ കറക്റ്റ് ഉണ്ടാവുള്ളൂ. ആ കറക്റ്റ് സെൻറ്റൻസ് ഏതാണ് അത് നമ്മൾ കണ്ടെത്തി മാർക്ക് ചെയ്യണം. ഹി ഡോണ്ട് ലൈക്ക് ടീ, നമുക്കറിയാം അവിടെ ഡോണ്ട് പ്ലൂരലാണ്, ഹീ സിംഗുലറാണ്, രണ്ടും കൂടി ചേർത്ത് ഉപയോഗിക്കാൻ പറ്റൂല. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ഹി ഡസീൻ ലൈക്ക് ടീ, അത് കറക്റ്റാണ്. ഹി നോട്ട് ലൈക്ക് ടീ, അങ്ങനെ വാക്യം പറയാൻ പാടില്ല. ഹി നോട്ട് ലൈക്ക് ടീ, അതിനെ ഹി നോ ലൈക്ക് ടീ, അതും ശരിയല്ല. അപ്പോൾ അവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 37 നോക്കൂ നിങ്ങൾ, കറക്റ്റ് മോഡൽ. മോഡൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഓസ്ലറി വെർബാണ് യൂസ് ചെയ്യുക. ഓസ്ലറി വെർബിൽ നമുക്കറിയാം അവിടെ ഷുഡ് ഉണ്ട്, ക്യാൻ ഉണ്ട്, മേ ഉണ്ട്, മൈറ്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരാളെടുത്ത് ഈ പഠനകാര്യമൊക്കെ പറയുമ്പോൾ എല്ലായ്പ്പോഴും മിക്കപ്പോഴും അയാളോട് നന്നായി പഠിക്കണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കണം, ടെക്സ്റ്റിന് പഠിക്കണം, ടെസ്റ്റ് പേപ്പറിന് പഠിക്കണം എന്നൊക്കെ ഒരു ഉപദേശ രൂപത്തിലാണ് പറയുക. ഈ ഉപദേശ രൂപത്തിൽ യൂസ് ചെയ്യുന്ന ഓസ്ലറിയാണ് ഷുഡ്. അതുകൊണ്ട് യു ഷുഡ് സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്, ഷുഡാണ് കറക്റ്റ് ആൻസർ. ക്യാന് കഴിവിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മേയും മൈറ്റും സാധ്യതയ്ക്ക് വേണ്ടിയിട്ടും അനുവാദം ചോദിക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഷുഡാണ് കറക്റ്റ് ആൻസർ. ഇനി സി എന്ന വേർഡിൻ്റെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇനി കൺഫ്യൂഷൻ ആവേണ്ട, V3 ഫോമാണ്, അത് കാണാൻ പറഞ്ഞേക്കണം. അത് നമുക്കറിയാം, സീൻ, SEEN, സീൻ. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, 39 ക്വസ്റ്റ്യൻ, കറക്റ്റ് ഓർഡർ. താഴെ കൊടുത്ത വാക്യം ജംബിൾഡ് ഓർഡറിൽ എന്ന് പറഞ്ഞാൽ ആ കുഴച്ച് മറിച്ച് കണ്ട കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റാക്കി എഴുതണം. അപ്പോൾ നമുക്കറിയാം ആദ്യ സബ്ജക്റ്റ് വേണം, പിന്നെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബാണ് ചേർക്കേണ്ടത്. എന്നാൽ സബ്ജക്റ്റിൻ്റെയും വെർബിൻ്റെയും ഇടക്ക് ചില സമയത്തെ കാണിക്കുന്ന ആഡ് വെർബുകൾ, സമയത്തെ സൂചിപ്പിക്കുന്ന ആഡ് വെർബുകൾ, ടൈം ഓഫ് ആഡ് വെർബ് ഓഫ് ടൈം എന്ന് പറയും, അങ്ങനെയുള്ളത് വരാറുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ആഡ് വെർബ് ഓഫ് ടൈമാണ് ഓൾവേസ്. അതുകൊണ്ട് ഈ വാക്യത്തിന് ആൻസർ പറയുമ്പോൾ ആദ്യം ഹി യൂസ് ചെയ്യണം, പിന്നെ ആഡ് വെർബാണ് ഉപയോഗിക്കേണ്ടത് ഓൾവേസ്, പിന്നെ വെർബാണ് ഗോസ് ടു സ്കൂൾ. ഹി ഓൾവേസ് ഗോസ് ടു സ്കൂൾ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി 14th ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ. നിങ്ങളോട് ചേർക്കാനാണ് പറഞ്ഞേക്കേണ്ടത്. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൾ, അവിടെ വി ഷാൾ ഓർ വില്ല് രണ്ടും ഉപയോഗിക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ കൊടുത്ത് വില്ലായതുകൊണ്ട് നമുക്ക് വില്ലനെ കൊടുക്കാം, വി വിൽ. ഓക്കെ, ഇനി 41, ഐഡന്റിഫൈ ടെൻസ്. ടെൻസ് ഏതാണ്? ദേ ആർ പ്ലേയിങ്. അപ്പോൾ ഈ 6 കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് കണ്ടിന്യൂസ് ആണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാവും. വെർബിൻ്റെ കൂടെ ING ഉണ്ട് അല്ലേ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്തായിട്ട് കറക്റ്റ് പ്ലൂരൽ ഫോം. മൗസിൻ്റെ കറക്റ്റ് പ്ലൂരൽ എന്താണ്? മൈസാണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ആക്ടറിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ അഥവാ ആക്ടറിൻ്റെ സ്ത്രീലിംഗം നമുക്കറിയാം, ആക്ട്രസ് ആണ്. ഇനി അടുത്തതായിട്ട് താഴെ കൊടുത്ത വാക്കിൽ ഇൻ്റർജെക്ഷൻ ഏതാണ്? നമുക്കറിയാം, വാവ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും മറ്റു PDF ഒക്കെ നമ്മൾ പഠിച്ചതാണ് വാവ്. ഓക്കെ, പിന്നെ ആ വാക്ക് അവിടെ ക്വസ്റ്റ്യനിന് ആൻസർ ഉണ്ട്. കാരണം എന്താ അറിയോ, ഇൻ്റർജെക്ഷൻ ഇപ്പോഴും ഒരു ഇൻ്റർജെക്ഷൻ വേർഡ്, ആ വേർഡിന് ശേഷം ആശ്ചര്യചിഹ്നം നിർബന്ധമാണ്. അവിടെ ആശ്ചര്യചിഹ്നമുള്ള ഒരേ ഒരു പദമേ ഉള്ളൂ, അത് വാവു ആണ്. ഓക്കെ, അപ്പോൾ അറിയാതെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ അവിടെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ഈസി വേ ഒക്കെ ചിലപ്പോൾ എക്സാമിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്തായിട്ട് കറക്റ്റ് സ്പെല്ലിങ്. ഡെഫിനറ്റ്ലി കറക്റ്റ് സ്പെല്ലിങ് അവിടെ B ആണ് ശരിയാവുക. ഇനി 46, ഐഡൻറ്റിഫൈ സബ്ജക്റ്റ്.
ദ ഡോഗ് ബാർക്ക്ഡ് ലൗഡ്ലി. നമുക്കറിയാം ഡോഗാണ് അവിടെ സബ്ജക്റ്റ്. ഇനി അടുത്തത് താഴെ കൊടുത്ത വാക്കിൽ ഏതാണ് പ്രൊനൗണ്? ബുക്ക് ഉണ്ട്, ഷീ ഉണ്ട്, റണ്ണുണ്ട്, പെന്നുണ്ട്. ഷീ ആണ് കറക്റ്റ് പ്രൊനൗണ്. ഇനി 48th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ പ്രോപ്പർ നൗൺ? താഴെ കൊടുത്തതിൽ പ്രോപ്പർ നൗണ് ഏതാണ്? ഈ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എല്ലാവരും, നമ്മൾ സാധാരണ നൗണുകളെ 4 തരംതിരിക്കാറുണ്ട്. അതിൽ ഈ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലങ്ങളെ പേര്, രാജ്യങ്ങളെ പേര്, അതൊക്കെയാണ് പ്രോപ്പർ നൗണായി വരിക. എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും നമുക്ക് പറയാവുന്നൊരു പേരുണ്ട്, കൺട്രി, നാഷൻ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ എല്ലാ സമുദ്രങ്ങൾക്കും നമുക്ക് പറയാവുന്നൊരു പേരുണ്ട്, ഓഷ്യൻ അല്ലെങ്കിൽ സീ. അപ്പം ഇങ്ങനെ എല്ലാത്തിനും പറയാവുന്ന പേര് കോമൺ ആണ്, കോമൺ നൗണ്. എന്നാൽ ഒന്നിന് മാത്രം പറയാവുന്ന പേര് അത് പ്രോപ്പർ നൗണാണ്. അപ്പോൾ ഇവിടെ പ്രോപ്പർ നൗണ് ഒന്ന് മാത്രമേ ഉള്ളൂ, ഇന്ത്യ. നമുക്ക് വേറൊരു രാജ്യത്ത് പോയി കാണുന്നത് ഇന്ത്യയാണെന്ന് പറയാൻ പറ്റൂല. എന്നാൽ നമുക്ക് ഏതൊരു പുഴയുടെ ഭാഗത്ത് പോയിട്ടും ഇത് പുഴയാണെന്ന് പറയാം. റിവർ ഒരു കോമൺ നൗണാണ്. അതുപോലെ സിറ്റി, ഏത് നഗരത്തിൽ പോയി കാണും നമുക്ക് ഇതൊരു സിറ്റി ആണെന്ന് പറയാം, അതും ഒരു കോമൺ നൗണാണ്. ഇനി ബോയ്, നമുക്ക് ഏതൊരു ആൺകുട്ടിയെ സൂചിപ്പിക്കാനും ബോയ് എന്ന വേർഡ് യൂസ് ചെയ്യാം, അതും ഒരു കോമൺ നൗണാണ്. അവിടെ പ്രോപ്പർ നൗണ് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഗുഡിൻ്റെ കമ്പാരറ്റീവ്. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ബെസ്റ്റായിട്ട് വന്നിരുന്നു, വീണ്ടും വന്നിട്ടുണ്ട് കമ്പാരറ്റീവ്, ബെറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇൻട്രസ്റ്റിങ്ങിൻ്റെ സൂപ്പർലേറ്റീവ്. ബ്യൂട്ടിഫുളിനെ പോലെ വരുന്ന വാക്കാണ് ഇൻട്രസ്റ്റിങ്. 2 കൂടുതൽ അഥവാ 3 കൂടുതൽ വവൽ സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സൂപ്പർലേറ്റീവ് വരിക മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ്, മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. സൂപ്പർലേറ്റീവ് ചോദിച്ചതായതുകൊണ്ട് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇനി അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അക്കോർഡിംഗ് ടു ദ പാസേജ്? ഓക്കെ, അപ്പോൾ ഇത് ഒരു പാസേജുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാം. ബുക്സ്, പൊതുവെ നമ്മളൊക്കെ ഈ പഠിപ്പിക്കുന്ന ആളെ സംബന്ധിച്ച് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്ന ആരാണ്? ബുക്സാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഡു ബുക്സ് ഗിവ് അസ്? ബുക്കുകൾ നമുക്ക് നൽകുന്നത് എന്താണ്? അത് നോളേജ് ആൻഡ് വാല്യൂസ്. നോളേജ് ആൻഡ് വാല്യൂസ് അഥവാ അറിവും മൂല്യങ്ങളുമാണ്. ഇനി വാട്ട് ഡസ് റെഗുലർ റീഡിംഗ് ഡെവലപ്പ്? കേട്ടോ, ഇത് നമ്മൾ ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡസ് റെഗുലർ റീഡിംഗ് ഡെവലപ്പ്? ഇവിടെ ലാംഗ്വേജ് സ്കിൽസ്. അപ്പോൾ നമ്മൾ റെഗുലർ റീഡിങ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഡെവലപ്പ് ആവുന്നത് ലാംഗ്വേജ് സ്കില്ലായിരിക്കും. ഇനി അടുത്ത, ഇത് റീഡിങ് ഹെൽപ്പസ്. റീഡിങ് നമ്മൾ എന്തിനാണ് സഹായിക്കുക എന്നുള്ളതാണ്. റെഡ്യൂസ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ, അഥവാ നമ്മുടെ ആ ഒരു മാനസിക സമ്മർദ്ദം റെഡ്യൂസ് ചെയ്യാൻ റീഡിങ് സഹായിക്കും. ഇനി അടുത്തതായിട്ട്, അപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് കയറി വന്നേക്കണം. പക്ഷേ എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ആൻസർ ഒന്ന് പഠിച്ചു വെക്കുക. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ വയ്യ, കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എക്സാമ്പിളിലൊക്കെ വരുന്ന നമ്മൾ വിവിധ പാരഗ്രാഫിലൊക്കെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിൽ വന്നിരിക്കുന്ന വാചകങ്ങൾ തന്നെയാണ് ഇത്. അവിടുന്ന് ഇടയിൽ ക്വസ്റ്റ്യൻ വന്നതാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പക്ഷേ ഗ്രാമറുമായിട്ട് കറക്റ്റായിട്ട് ബന്ധപ്പെടുന്ന അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞത്. പക്ഷേ എങ്കിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് എൻ്റർടൈൻമെൻറ്റ് എന്ന വേർഡിൻ്റെ സിനോനിം, പര്യായപദം, അത് ഫണ്ണാണ്. ഓക്കെ, അടുത്തതായിട്ട് വാട്ട് ഈസ് ദ കീ ടു സക്സസ്? സക്സസിലേക്കുള്ള കീ എന്താണ്? വിജയത്തിലേക്കുള്ള താക്കോല് എന്താണ്? അത് എഡ്യൂക്കേഷനാണ്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ഗിവ്സ് അസ്, വിദ്യാഭ്യാസം നമുക്ക് നൽകുന്ന എന്താണ്? കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇനി ഹൂ ഗൈഡ് സ്റ്റുഡൻസിനെ വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യുന്നത് അഥവാ വിദ്യാർത്ഥികൾക്ക് വഴി കാണിക്കുന്ന ആരാണ്? ടീച്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് നേഷൻ ബിക്കം സ്ട്രോങ്? എങ്ങനെയുള്ള ഒരു രാജ്യമാണ് ശക്തമായ രാജ്യമായിട്ട് മാറുന്നത്? അത് എഡ്യൂക്കേറ്റഡ് നേഷൻ അഥവാ വിദ്യാസമ്പന്നരായ ആളുകളുള്ള രാജ്യമാണ് എപ്പോഴും ശക്തമായ രാജ്യമായിട്ട് മാറുക. ഇനി എ സിനോണിം ഓഫ് പ്രോഗ്രസീവ് ഫ്രം ദ പാസേജ്. ഓക്കെ, ഇപ്പോൾ ഈ പിന്നെ പ്രോഗ്രസീവിൻ്റെ സിനോണിം എന്താണ്? ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. മൂവിങ് ഫോർവേഡ്, ബാക്ക്വേഡ്, സ്ലീപ്പിംഗ്, സ്റ്റില്ല്. ബിയും സിയും ഡിയും ഒരിക്കലും സിനോണിം ആവുന്നില്ല. അപ്പോൾ മൂവിങ് ഫോർവേഡ് മാത്രമാണ്. അത് സിനോണിം എന്ന് ഒറ്റ വാക്കല്ല, 2 വാക്കായി വന്നതാണെങ്കിലും സംഭവം പര്യായപദം തന്നെയാണ് മൂവിങ് ഫോർവേഡ്. അടുത്തതായിട്ട് മീനിങ് ഓഫ് ഇഡിയം.
എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക, അതൊരു ഇഡിയമാണ്, ഒരു ശൈലിയാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സംതിങ് ഈസി. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള എന്ത് കാര്യവും എന്ന അർത്ഥത്തിൽ എ പീസ് ഓഫ് കേക്ക് എന്ന ഇഡിയം യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഔട്ട് ഓഫ് സിലബസ് PDF ഉണ്ടാവും കേട്ടോ. നോർമലി കഴിഞ്ഞ PDF വന്നിരുന്നത്. യെസ്, അപ്പോൾ പൊതുവെ നമ്മുടെ എക്സാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള. കാരണം നമ്മുടെ വിദ്യാർത്ഥിനികൾ കുറച്ചൊന്ന് റെഗുലറായിട്ട് വായിക്കുന്ന ആളുകളായിരിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ഈ PDF മാത്രമേ ക്വസ്റ്റ്യൻ എക്സാമിന് വരുള്ളൂ, അല്ലാതെ അല്ലാത്ത വേറെ ക്വസ്റ്റ്യൻ വരില്ല. അതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. അടുത്തതായിട്ട് അനോണിം ഓഫ് കൈൻഡ്. കൈൻഡ് എന്ന വേർഡിൻ്റെ വിപരീത പദം. കൈൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ദയുള്ള എന്നാണ്. അപ്പോൾ അതിൻ്റെ വിപരീതം എന്താ വരിക? ക്രൂരനായ. ഇനി അടുത്തതായിട്ട് റാപ്പിഡ്, വേഗത്തിലുള്ള എന്നർത്ഥം വരുന്ന റാപ്പിഡിൻ്റെ സിനോണിം പര്യായപദം ഫാസ്റ്റ്. ഇനി അടുത്തായിട്ട് റിച്ചിൻ്റെ ഓപ്പോസിറ്റാണ്, അത് നമുക്കറിയാം, പൂവൾ, പാവപ്പെട്ടവനായ. അടുത്തതായിട്ട് എ പേഴ്സൺ ഹൂ ടീച്ചേഴ്സ് ഇൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആള്. ഇതിന് പറഞ്ഞ ഒറ്റ വേർഡ് എന്താണ്? ടീച്ചർ. സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് കറക്റ്റ് സ്പെല്ലിങ്. താഴെ കൊടുത്ത വാക്കിൽ ഏതാണ് സ്പെല്ലിങ് കറക്റ്റ് നോക്കണം. B ആണ് കറക്റ്റ് ആവുക. അടുത്തതായിട്ട് 67 വിച്ച് വേർഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. താഴെ കൊടുത്ത വാക്കിൽ ഏതാണ് അഡ്ജക്റ്റീവ്? ഹാപ്പി. ക്വിക്ക്ലി ആഡ് വെർബാണ്, റണ്ണ് വെർബാണ്, സിങ് വെർബാണ്, ഹാപ്പി മാത്രമാണ് അഡ്ജക്റ്റീവ്. അടുത്തത് ചൂസ് ദ സിനോണിം ഓഫ് കാം. കാമിൻ്റെ സിനോണിം. കാം എന്ന് പറഞ്ഞാൽ ശാന്തമായ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. അതേ അർത്ഥം വരുന്ന വേറൊരു വാക്ക് ഏതാണ്? പീസ്ഫുൾ, സമാധാനം നിറഞ്ഞ, ശാന്തമായ. ഓക്കെ, നെക്സ്റ്റ് ഡേയുടെ അനോണിം. ആ ഡേ എന്ന് പറഞ്ഞാൽ പകൽ എന്നർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നൈറ്റ്. ഓക്കെ, അടുത്തതായിട്ട് കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ. കിങ് നമുക്കറിയാം പുല്ലിംഗമാണ്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗ പദം ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ക്വീൻ. ഓക്കെ, നെക്സ്റ്റ് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് ഫോം. നമ്മൾ താഴെ കൊടുത്ത വാക്യം കറക്റ്റായിട്ട് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ ശരിക്കും അവിടെ 2 ആൻസറുകളുണ്ട്. ബിയും സിയും ആൻസറാണ്. പക്ഷേ B ആണ് നമ്മളെ PDF വന്നിരിക്കേണ്ടത്. B ആണ് കറക്റ്റായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ആ വാക്യം. ദേ ഹാവ് ഗോൺ ടു മാർക്കറ്റ്. അവിടെ ദേ ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ദേ പ്ലൂരലും ഹാസ് സിംഗുലറുമാണ്. അവിടെ പ്ലൂരലായ ഹാവ് തന്നെ വേണം. 72ാമത്തെ ക്വസ്റ്റ്യൻ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. ഈ ഹാസും ഹാവും പ്ലസ് V3 എന്ന ഫോം തന്നെ വരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് കറക്റ്റ് ആൻസർ. 73ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് സെൻറ്റൻസ് നോക്കൂ നിങ്ങൾ. ഷീ ഗോ ടു സ്കൂൾ, ഷീ ഗോയിങ് ടു സ്കൂൾ, ഷീ ഗോൺ ടു സ്കൂൾ. അതൊന്നും ശരിയാവില്ല, B മാത്രം ശരിയാവുക. ഷീ ഗോസ് ടു സ്കൂൾ. 74ാമത്തെ വാക്യം ചൂസ് ദ കൺജങ്ഷൻ. ഹീ ഈസ് പുവർ ഡാഷ് ഹീ ഈസ് ഓണസ്റ്റ്. അയാൾ പാവപ്പെട്ടവനാണ്, പക്ഷേ അയാൾ സത്യസന്ധനാണ്. അവിടെയും രണ്ട് വിപരീതമായ കേസാണ് പറയുന്നത്. അതുകൊണ്ട് ബട്ടാണ് കറക്റ്റ് ആൻസർ. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യുക. ഷീ ഈസ് ടോളർ. ഈ കമ്പാരറ്റീവിലുള്ള അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഒരു ദാൻ വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ദാനാണ് കറക്റ്റ് ആൻസർ. 76ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് എ വവൽ സൗണ്ട് വേർഡ്. താഴെ കൊടുത്തതിൽ വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വേർഡ് ഏതാണ്? കാറ്റ് നമുക്കറിയാം, അത് കോൺസെൻ്റ് സൗണ്ടാണ്. സണ്ണ് കോൺസെൻ്റ് സൗണ്ടാണ്. ട്രീ കോൺസെൻ്റ് സൗണ്ടാണ്. എഗ്ഗ് മാത്രമാണ് വവൽ സൗണ്ട്. ഇനി 77ാമത്തത് ടെൻസ് ഓഫ് ദ സെൻറ്റൻസ്. താഴെ കൊടുത്ത വാക്യത്തിലെ ടെൻസ് ഏതാണ്? ഐ വിൽ ഗോ. ഈ വിൽ ഗോ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും അത് ഫ്യൂച്ചറാണ്, ഫ്യൂച്ചറിൽ സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് 78ാമത്തത് ചേഞ്ച് ഇൻ ടു പാസ്റ്റ് ടെൻസ്. ഐ ഈറ്റ് ആൻ ആപ്പിൾ. അവിടെ ഈറ്റിൻ്റെ V2 നമുക്കറിയണം, എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഐ എയ്റ്റ് ആൻ ആപ്പിൾ അറിയാലോ. V1 ഈറ്റ്, V2 എയ്റ്റ് ആണ്, V3 ഈറ്റൻ എന്നാണ് പറയുക. ഓക്കെ, ഇനി 79ാമത്തത് ഫിൽ ഇൻ. ഷീ ഡാഷ് പ്ലേ പ്ലേസ് ക്രിക്കറ്റ് ഡെയിലി. അവിടെ ഈ ഡെയിലി എന്ന് പറയുമ്പോൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ പതിവാണ്. പതിവായ കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ പ്രസൻ്റ് ആണ്.
സിമ്പിൾ പ്രസൻറ്റിൽ വാക്യം പറയുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ യെസ് ഉപയോഗിച്ചേ പറ്റൂ, നിർബന്ധമാണ്. അപ്പോൾ അവിടെ പ്ലേ ഒരിക്കലും ശരിയാവില്ല, പ്ലേസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കറക്റ്റ് പ്രിപ്പോസിഷൻ. ഷീ ലിവ്സ് അല്ലേ, നമുക്കറിയാം ഡൽഹി, നമ്മൾ ഈ പ്രിപ്പോസിഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിരുന്നു സിറ്റികളെ പേരിന് മുമ്പ് നമ്മൾ ഇന്ന് ഉപയോഗിക്കണം. എന്നാൽ ടൗണുകളും വില്ലേജുകളും അവയുടെ പേരിന് മുമ്പ് അറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കൂ, ഷീ ലിവ്സ് ഇൻ ഡൽഹി, കാരണം ഡൽഹി ഒരു സിറ്റിയാണ്. ഇനി നെക്സ്റ്റ് 82ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ആഡ്വർബ്. താഴെ കൊടുത്തതിൽ ആഡ്വർബ് ഉണ്ട്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്, കാരണം വേഗം തിരിച്ചറിഞ്ഞ് എൽവൈ ഉണ്ടോ നോക്കിയാൽ മതി. ക്യുക്ക്ലി ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്ലീനിൻ്റെ ഓപ്പോസിറ്റ്, അത് നമുക്കറിയാം. ക്ലീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള, അപ്പോൾ ഡേർട്ടി വൃത്തിയില്ലാത്ത. ഓക്കെ, ഇനി വിച്ച് ഈസ് ആൻ ഇൻ്റർജെക്ഷൻ. താഴെ കൊടുത്തതിൽ ഇൻ്റർജെക്ഷൻ കണ്ടെത്താൻ ഒരു പണിയില്ല. എൻ്റെ ഒരു അഭ്യർത്ഥന ഉണ്ട്, ഇങ്ങനെയുള്ള ഈസി ക്വസ്റ്റ്യൻ ഒന്നും പരീക്ഷയ്ക്ക് വരരുത്. കാരണം ഔട്ട് ആ വേർഡ് നമുക്ക് കൂടുതൽ പരിചയമില്ലെങ്കിലും അതിന് ശേഷം എക്സ്ക്ലമേഷൻ മാർക്ക് വന്നതുകൊണ്ട് അത് ഇൻ്റർജെക്ഷൻ ആണെന്ന് വേഗം തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇനി പ്ലൂരൽ ഓഫ് ടൂത്ത്. ടൂത്തിൻ്റെ പ്ലൂരൽ നമുക്കറിയാം ടീത്ത്. ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പരാമർശം ഉണ്ട്, അന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു. അടുത്തതായിട്ട് 86ാമത്തെ ക്വസ്റ്റ്യൻ, ഓദർ ഓഫ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. നിങ്ങൾ ജി കെ കൂടി അറിയാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഞാനിങ്ങനെ ജി കെയുമായി ബന്ധപ്പെട്ട കുറേ കാര്യം അന്ന് ക്ലാസ് റൂമിൽ പറഞ്ഞിരുന്നു. ഓക്കെ, റോമിയോ ആൻഡ് ജൂലിയറ്റ് നമുക്കറിയാം വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു ഫേമസ് ആയ നാടകമാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ആൻസർ വില്യം ഷേക്സ്പിയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തതിൽ കറക്റ്റ് കമ്പാരറ്റീവ് ഏതാണ്? ഷീ ഈസ് ഡാഷ് ദാൻ ഹെർ സിസ്റ്റർ. അവിടെ ഒരേ ഒരു വേർഡ് മാത്രമേ കറക്റ്റ് കമ്പാരറ്റീവ് ഉള്ളൂ, അത് ടോളറാണ്. സോ ടോളറാണ് കറക്റ്റ് ആൻസർ. സൂപ്പർലൈറ്റീവ് ഫോം ഓഫ് ഹാപ്പി. ഹാപ്പിയുടെ മോസ്റ്റ് സൂപ്പർലൈറ്റീവ് നമുക്കറിയാം ഹാപ്പിയസ്റ്റ്. ഇനി അടുത്തൊരു കറക്റ്റ് മോഡൽ, കൃത്യമായ മോഡൽ കൊടുക്കണം. എന്താണ്, നിങ്ങൾ ഇവിടെ പുക വലിക്കരുത്. അങ്ങനെ നമ്മൾ ഒരാളോട് പുക വലിക്കരുതെന്ന് പറയുമ്പോൾ അതൊരു നിർബന്ധമായ കാര്യമാണ്. ഈ നിർബന്ധങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ മസ്റ്റാണ് യൂസ് ചെയ്യുക. സോ യു മസ്റ്റ് നോട്ട് സ്മോക്ക് ഹിയർ. അടുത്തതായിട്ട് ടീച്ച് എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം എഴുതാൻ വേണ്ടി പറഞ്ഞേക്കണ്. നമുക്കറിയാം ടീച്ച്, ടോട്ട്, ടോട്ട്. TAUGHT ആണ്. ഞാനന്ന് നിങ്ങൾക്ക് ആ വർക്ക് ഒരു അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു. കുറേ ആളുകൾ അസൈൻമെൻറ്റ് ചെയ്തിരുന്നു, അപ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ക്വസ്റ്റ്യനൊന്നും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടായ ക്വസ്റ്റ്യൻസ് അല്ല. ക്ലാസ്സിൽ നിരന്തരം കയറി ഒരുവിധം റെക്കോർഡൊക്കെ കേട്ട് മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഈ മുഴുവൻ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് 91ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ക്വസ്റ്റ്യൻ വേർഡ്. താഴെ കൊടുത്തതിൽ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? ഇതൊക്കെ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. ഹു. ഇനി അടുത്തതായിട്ട് കറക്റ്റ് സെൻറ്റൻസ്. താഴെ കൊടുത്തതിൽ കറക്റ്റായ സെൻറ്റൻസ് ഏതാണ്? നോക്കിയാൽ മനസ്സിലാവും. ഹി ഈസ് നോട്ട് മൈ ഫ്രണ്ട്. ഓക്കെ, അടുത്തത് സക്സസിൻ്റെ അനോണിം അഥവാ വിപരീത പദം. നമുക്കറിയാം അവിടെ കൊടുത്തതിൽ ശരിക്കും ഫെയിലുവറാണ് വരേണ്ടത്, എന്നാൽ ഫെയിലുവർ ഓപ്ഷനിലില്ല. എന്നാൽ ഫെയിലുവറിൻ്റെ അതേ അർത്ഥം വരുന്ന വേറൊരു വേർഡ് കാണാൻ കഴിയും, ഡിഫീറ്റ്, പരാജയം. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഇനി സിനോണിം ഓഫ് സ്മോൾ. സ്മോളിൻ്റെ അതേ അർത്ഥം വരുന്ന പദം ഇതാണ് ടൈനി. ടൈനി, ഹ്യൂജ്, ബിഗ്, ലാർജ്, ഇതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റാണ്, സ്മോളിൻ്റെ ഓപ്പോസിറ്റാണ്. ഇനി അടുത്തതായിട്ട് വെയിറ്റർ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ അഥവാ സ്ത്രീലിംഗമാണ് കാണാൻ പറഞ്ഞത്, വെയിട്രസ്. അതുപോലെ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന ആളെയാണ് നമ്മൾ വെയിറ്റർ എന്ന് പറയുക. അത് പുരുഷനാണെങ്കിൽ വെയിറ്ററും സ്ത്രീയാണെങ്കിൽ വെയിട്രസും ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 96 കറക്റ്റ് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാനുള്ളത്. നോക്കൂ നിങ്ങൾ, ബിലീവിൻ്റെ സ്പെല്ലിങ് C ആണ് കറക്റ്റായി മാറുന്നത്, ബിലീവ്. ഇനി 97ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തൽ നൗൺ ഏതാണ്? ജമ്പ് വെർബാണ്. സ്ലോലി ലാസ്റ്റ് LY ഉണ്ട്, ആഡ്വർബാണ്. ഫാസ്റ്റ് അജക്റ്റീവാണ്, വേഗത്തിലുള്ള. എന്നാൽ അവിടെ നൗണായി മാറുന്ന ബ്യൂട്ടി, സൗന്ദര്യം എന്നർത്ഥം വരുന്ന വാക്ക് മാത്രമാണ്. ഇനി ബ്യൂട്ടിഫുളിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം അഗ്ലി. അഗ്ലിയാണ് ബ്യൂട്ടിഫുളിൻ്റെ ഓപ്പോസിറ്റ്, വിരൂപനായ എന്നൊക്കെയാണ് അഗ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം. 99ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ കൺജങ്ഷൻ. താഴെ കൊടുത്തതിൽ നമുക്കറിയാം കാറ്റ് നൗണാണ്, പെന്ന് നൗണാണ്, റണ്ണ് വെർബാണ്,
ആൻഡ് മാത്രമാണ് കൺജങ്ഷൻ. ഇനി അടുത്തതായിട്ട് ഒരു ഇംഗ്ലീഷ് പ്രോവർബ് എക്സാമ്പിൾ ചെയ്താൽ പറഞ്ഞേക്കണ്. ടൈം ഈസ് മണി, റൈസ് ആൻഡ് കറി, വാക്ക് ആൻഡ് ടോക്ക്, ബുക്ക് ആൻഡ് പെന്ന്. ഇവിടെ ഇത് നമ്മൾ ഔട്ട് ഓഫ് സിലബസ് നിന്ന് കയറി വന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈം ഈസ് മണി, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് മാറുക. ഇനി 101ാമത്തെ ക്വസ്റ്റ്യൻ, ആംഗ്രിയുടെ പര്യായ പദം. അത് നമുക്കറിയാം. കാമ് ശാന്തമായ, ഹാപ്പി സന്തോഷവാനായ, കൈൻഡ് ദയാവയ്പുള്ള, ഫ്യൂരിയസ് രോഷാകുലനായ. ഫ്യൂരിയസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി ഹോട്ട് എന്ന വേർഡിന്റെ പിന്നെ വിപരീത പദം. ഹോട്ട് പറഞ്ഞാൽ അർത്ഥം ചൂടുള്ള, അതിന്റെ തണുപ്പുള്ള അർത്ഥം വരുന്ന കോൾഡ് എന്ന വാക്കാണ്. ബാക്കിയുള്ള ACD 4 വാക്കുകളും ചൂടുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഇനി 103ാമത്തെ ക്വസ്റ്റ്യൻ, സിനോണിം ഓഫ് ബ്രില്യൻറ്റ്. ബ്രില്യൻറ്റിന്റെ അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ബ്രൈറ്റ്. അതാണ് സിനോണിം പര്യായ പദം. അടുത്ത വിക്ടറിയുടെ വിപരീത പദം എന്താ വരിക? വിക്ടറി അത് ഓൾറെഡി വന്നതാണ് കേട്ടോ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. 105ാമത്തത് ഓണർ. ഓണർ എന്ന് പറഞ്ഞ ബഹുമാനം, അതേ അർത്ഥം വരുന്ന അഥവാ അതിൻ്റെ പര്യായ പദം റെസ്പെക്റ്റ് ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. 106ാമത്തത് ലേസി എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് അനോനിം. അനോനിം നമുക്കറിയാം ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ആക്റ്റീവ്. സ്ലീപ്പി, ഡള്ള്, വീക്ക് ഇതൊക്കെ ലേസിയുടെ സിനോണിംസ് പര്യായപദങ്ങളായി വരുന്നതാണ്. അവിടെ അനോനിം ആക്റ്റീവ് മാത്രമേ ഉള്ളൂ. 107ാമത്തത് സിനോണിം ഓഫ് നിയർ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള, അതേ അർത്ഥം വരുന്ന അഥവാ അതിൻ്റെ ഒരു പര്യായ പദം അത് ക്ലോസ് ആണ്, അടുത്തുള്ള. ഇനി അടുത്തത് ട്രൂത്ത് എന്ന വാക്കിന്റെ അനോനിം അഥവാ വിപരീത പദം ഏതാ വരിക? ലൈ, നുണ. അതാണ് കറക്റ്റ് ആൻസർ. ഇനി സിനോണിം ഓഫ് ഹ്യൂജ്. ഹ്യൂജിന്റെ അതേ അർത്ഥം വരുന്ന അഥവാ പര്യായ പദം അത് ഇനോമസ്, വളരെ വലിയ. വളരെ വലിയ എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഹ്യൂജ്. അപ്പോൾ അവിടെ ഇനോമസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തതായിട്ട് ഓൾഡ് എന്ന വേർഡിന്റെ വിപരീത പദം അനോനിം, യങ്, ചെറുപ്പമുള്ള, പ്രായം കുറഞ്ഞ. ഓക്കെ. 111ാമത്തത് പാസ്റ്റ് ടെൻസ് ഓഫ് സിങ്. സിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് നമുക്കറിയാം. സിങ്, സങ്, സങ്ങാണ്. അഥവാ V1, V2, V3 സിങ്, സങ്, സിങ്, സാങ്, സങ്ങാണ്. സിങ്, സാങ്, സങ് കേട്ടോ. ആദ്യം പറഞ്ഞ മിസ്റ്റേക്കാണ്. സിങ്, സാങ്, സങ്. അപ്പോൾ V2 സാങ് ആണ്. ഇനി അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഡ്രിങ്ക്. ഡ്രിങ്കിന്റെ V3 ഫോം. ഈ V3 ഫോമിനാണ് നമ്മൾ ഗ്രാമറിക്കലി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുക. അത് ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. DRUNK, ഡ്രങ്ക് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തായി 113ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളോട് കറക്റ്റ് സെന്റൻസ് ഏതാണെന്ന് നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കണ്. അപ്പോൾ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും B ആണ്. ഷീ ഈസ് എ ടീച്ചർ. ബാക്കിയുള്ള 3 വാക്യത്തിലും ഗ്രാമറിക്കലി തെറ്റുണ്ട്. ഇനി അടുത്ത 114ാമത്തത് ഫിൽ. നമ്മളോട് ഫിൽ ചെയ്യാനുള്ളതാണ്, പൂരിപ്പിക്കാനുള്ളതാണ്. ദേ ഡാഷ് ഇൻ ദ പാർക്ക് നൗ. അവിടെ കൊടുത്ത ഓപ്ഷൻസിൽ 6 മാത്രമേ അവിടെ ശരിയാവുള്ളൂ. ദേ ആർ ഇൻ ദ പാർക്ക് നൗ. ഇനി 115ാമത്തെ ക്വസ്റ്റ്യൻ, നെവ്യൂ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ അഥവാ സ്ത്രീലിംഗം. നമ്മൾ അനന്തരവൻ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് നെവ്യൂ. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം ഏതാ വരിക? നീസാണ് വരിക. ഓക്കെ. അടുത്തതായിട്ട് ഓക്സ് പറഞ്ഞ കാളയാണ്. അതിൻ്റെ പ്ലൂരൽ സാധാരണ നമ്മൾ SO ESO ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവൂല. നമ്മൾ ചൈൽഡ്, ചിൽഡ്രൻ പഠിച്ച പോലെ ഇവിടെ ഓക്സനാണ്. B ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 117ാമത്തെ കറക്റ്റ് കമ്പാരേറ്റീവ്. ബാഡിൻ്റെ കറക്റ്റായ കമ്പാരേറ്റീവ് നമുക്കറിയാം വേഴ്സ് ആണ്. WORSE. ഇത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഭാഗം തന്നെ, ഈ ഭാഗം ഫുള്ള് കേട്ടോ. ഇനി 118 ലിറ്റിലിൻ്റെ സൂപ്പർലേറ്റീവ്. ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. ഇതൊക്കെ നമ്മളെ 4ാമത്തെ ചാപ്റ്റർ അഡ്ജക്റ്റീവിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ എന്താ പറയുക, ഇറഗുലർ കമ്പാരിസണിൽ പെടുന്നതാണ് ഈ വാക്കുകളൊക്കെ തന്നെ. അപ്പോൾ ലീസ്റ്റ്. ഇനി അടുത്തായി 119 ഹി ഡാഷ് എ ബുക്ക് യെസ്റ്റർഡേ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, എ ആണ് കറക്റ്റ് ആൻസർ ആകുക. പക്ഷെ ആ വാക്ക് നമുക്ക് റീഡെന്നും വായിക്കാം, റെഡെന്നും വായിക്കാം. എന്നാൽ ഇവിടെ അത് നിങ്ങൾ റെഡെന്നേ വായിക്കാൻ പാടുള്ളൂ. ഈ റീഡിൻ്റെ V1, V2, V3 എഴുതുമ്പോൾ ഒരേ സ്പെല്ലിംഗ് ആണ് വരിക. റീഡ്, റീഡ്, റീഡ്. എന്നാൽ V2, V3 വായിക്കേണ്ടത് റെഡെന്നേ വായിക്കാവൂ. അപ്പോൾ റീഡ്, റെഡ്, റെഡ്. ഇവിടെ V2 ആണ് യൂസ് ചെയ്യേണ്ടത്, റെഡ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത 120 നോക്കൂ നിങ്ങൾ.
ആർട്ടിക്കിൾ ചേർക്കാനുള്ളതാണ്. നമുക്കറിയാം എയോ ആനോ ഒക്കെ ചേർക്കേണ്ടത്. ഷീ ഈസ് കണ്ടോ, അവിടെ നമുക്ക് നല്ല കൺഫ്യൂഷൻ വരും. എന്താ കാരണം? നമ്മൾ ആ ഒരു യൂറോപ്യൻ എന്ന വാക്കിൻ്റെ ആദ്യാക്ഷരം അത് ഈ ആണല്ലോ, അത് സാറ് വവൽ ലെറ്റർ അല്ലേ, അതുകൊണ്ട് ആനല്ലേ ഉപയോഗിക്കേണ്ടത്. എന്നാൽ അവിടെ നമ്മൾ ആ വാക്ക് വായിക്കേണ്ടത് യൂറോപ്യൻ എന്നാണ്. നിങ്ങൾ യൂറോപ്യൻ എന്നുള്ളതിലെ എടുക്കാം. എന്ന അക്ഷരം നിങ്ങൾ പഠിച്ച മലയാളം ഭാഷയിൽ സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആൻസർ മനസ്സിലാവും. കണ്ടോ, യൂറോപ്യനിലെ വ്യഞ്ജനാക്ഷരമാണ്. അതുകൊണ്ട് യൂറോപ്യൻ എന്ന വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ട് വെച്ചുകൊണ്ടാണ്, വ്യഞ്ജന ശബ്ദം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളവിടെ ആൻ ഉപയോഗിക്കാൻ പാടില്ല, ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 121 ചൂസ് കറക്റ്റായിട്ടുള്ള വാക്യം എഴുതി വെക്കണം. നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഹി ഡസീൻറ്റ് പ്ലേ ഫുട്ബോൾ. ഇവിടെ ഒന്നും വിശദീകരണം വേണ്ട. ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ഇതേ ഗ്രാമർ നിയമം വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി 122 താഴെ കൊടുത്ത വാക്യത്തിൽ നൗണ് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ദ സൺ ഷൈൻസ് ബ്രൈറ്റ്ലി. ദി എന്ന വേർഡ് ആർട്ടിക്കിളാണ്, സണ്ണ് നൗണാണ്, ഷൈന് വെർബാണ്, ബ്രൈറ്റ്ലി ആഡ്വർബാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അവിടെ സണ്ണാണ് വരിക. ഇനി 123 താഴെ കൊടുത്തതിൽ അജറ്റീവ് ഏതാണ്? വിച്ച് ഈസ് ആൻ അജറ്റീവ്. റണ്ണ് വെർബാണ്, ക്വിക്ക്ലി ആഡ്വർബാണ്, സിങ് വെർബാണ്, ബ്യൂട്ടിഫുൾ ആണ് അജറ്റീവായിട്ട് വരുന്നത്. 124 വിച്ച് ഈസ് ആൻ ആഡ്വർബ്. താഴെ കൊടുത്തതിൽ ആഡ്വർബ് ഏതാണ്? ക്വിക്ക്ലി ആണ്. ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, റിപ്പീറ്റ് ആയതാണ്. 125 നമ്മളോട് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാൻ പറഞ്ഞേക്കാണ്. ഷീ സെഡ് ഐ ലവ് മ്യൂസിക്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റും വരുന്ന വാക്കുകൾ നമുക്കറിയാം അസർട്ടീവായിട്ടുള്ള വാക്യങ്ങളാണ്. ഈ അസർട്ടീവ് വാക്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെഡന്നെ റിപ്പോർട്ടിംഗ് വെർബ് സെഡന്നെ മതി, പക്ഷെ ദാറ്റ് വേണം 2 വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ വരിക? ഷീ സെഡ് ദാറ്റ് ഷീ ലവ്ഡ് മ്യൂസിക് കേട്ടോ. കൂടുതൽ പിന്നെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ഭാഗം വരുന്ന ജസ്റ്റ് അറിയാലോ, അതിൻ്റെ ഓൺലൈൻ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, അത് കണ്ട് മനസ്സിലാക്കുക. ഇനി 126 ക്വസ്റ്റ്യൻ, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇതിൻ്റെ പാസീവ് ചെയ്യാൻ പറഞ്ഞതാണ്. ഇപ്പോൾ സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസീവിലേക്ക് മാറ്റുമ്പോൾ അവിടെ കണ്ടിന്യൂസ് വരുന്നതുകൊണ്ട് ING വരുന്നതുകൊണ്ട് ബീയിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനുള്ളതാണ്. ടാഗ് ക്വസ്റ്റ്യൻ യു ആർ ടയേർഡ്. അവിടെ ആറാണ് ഓസ്ലറി, അപ്പോൾ ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുക, സബ്ജക്റ്റായി യു ആണ് മാറ്റി എഴുതി കൊടുക്കുക. ആറിൻ്റെ യു ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് കറക്റ്റ് വേർഡ് കണ്ടെത്താൻ പറഞ്ഞേക്കണ്. ഇവിടെ കറക്റ്റ് വേർഡ് എന്നല്ല, കറക്റ്റ് സെൻറ്റൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇറ്റ്സ് റെയിനിങ് ഹെവിലി, ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി, പിന്നെ ഇറ്റ്സ് റെയിനിങ് ഹെവിലി, ഇറ്റ് റെയിൻസ് ഹെവിലി. ഇവിടെ കറക്റ്റായിട്ട് മാറുന്നത് ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. അവിടെ ഇറ്റ് റെയിൻസ് ഹെവി എന്ന് പറയുമ്പോൾ ആ വാക്യത്തിൽ ഹെവി വാക്ക് മാറ്റിയാൽ ആ വാക്യം ശരിയാവും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ ബി മാത്രമാണ് കറക്റ്റ്. ഇനി സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാനുള്ളത് അക്കമഡേറ്റ്. കണ്ടോ, ബി ആണ് കറക്റ്റ് ആൻസർ. 130 കൺജങ്ഷൻ നമ്മൾ കണ്ടെത്തണം, അത് എഴുതണം. ഐ സ്റ്റഡിഡ് ഹാർഡ്, ഐ ഫെയിൽഡ്. ഞാൻ കഠിനമായി പഠിച്ചു, എന്നിട്ടും ഞാൻ തോറ്റു. അവിടെ എന്നിട്ടും എന്നർത്ഥം വരാൻ വേണ്ടി, പക്ഷേ എന്നൊക്കെ അർത്ഥം വരാൻ വേണ്ടി ബട്ട് തന്നെയാണ് വരിക. ഇതേ എക്സാമ്പിൾ അല്ലെങ്കിലും ഈ ബട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണം കുറേ വന്നേക്കണം കേട്ടോ, ഒക്കെ ശ്രദ്ധിക്കണം. 131 ഓപ്പോസിറ്റ് ഓഫ് വിക്ടറി. ഇത് ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 132 സിനോണിം ഓഫ് ക്വിക്കിൻ്റെ പര്യായപദം ഫാസ്റ്റ് ആണ്. ഇനി അടുത്തതായിട്ട് നോക്കൂ, കറക്റ്റ് പ്ലൂരൽ ഓഫ് ഡിയർ. ഡിയറിൻ്റെ കറക്റ്റ് പ്ലൂരൽ ഫോം ശ്രദ്ധിക്കണം എല്ലാവരും. അവിടെ കൊടുത്തിരിക്കുന്നത് ഡിയർ, മാന്. അതിൻ്റെ കറക്റ്റ് ഫോം അവിടെ കൊടുത്തത് നിങ്ങൾ ഡിയറിന് തന്നെ ആണ് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. എന്നാൽ ഡിയേഴ്സ് എന്നാണ് കറക്റ്റായിട്ട് ആൻസർ വരേണ്ടത് കേട്ടോ. ഇനി ചീപ്പിൻ്റെ ഓപ്പോസിറ്റ്. ചീപ്പ് പറഞ്ഞാൽ വില കുറഞ്ഞ, അപ്പോൾ വില കൂടിയ അർത്ഥം വരുന്ന എക്സ്പെൻസീവ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഇനി അടുത്തതായിട്ട് കറക്റ്റ് മോഡൽ അഥവാ ഓസ്ലറി വെർബ് യൂസ് ചെയ്യണം.
യു ഡാഷ് വെയർ എ ഹെൽമെറ്റ്. സാധാരണ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഹെൽമെറ്റ് ധരിക്കാതെ കാണുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യം പറയുക. അതുകൊണ്ട് ഇതൊരു ഉപദേശമാണ്. അപ്പോൾ ഉപദേശങ്ങൾ പറയാൻ വേണ്ടി ഷുഡാണ് യൂസ് ചെയ്യുക. യു ഷുഡ് വെയർ എ ഹെൽമെറ്റ്. 236 ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ബ്രൈഡ്. ബ്രൈഡിൻ്റെ സ്ത്രീലിംഗം. ബ്രൈഡ് പറഞ്ഞ പുല്ലിംഗം നമുക്കറിയാം. ബ്രൈഡ് വരനാണ്. അപ്പോൾ ബ്രൈഡ് ഗ്രൂം. അവിടെ ഗ്രൂം മാത്രം പോരാ, ബ്രൈഡ് ഗ്രൂം വേണം. പക്ഷെ ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഗ്രൂമാണ്. ആ ഗ്രൂം നിങ്ങൾ ആൻസർ ടിക്ക് ചെയ്താൽ മതി. 137 വിച്ച് ഈസ് ആൻ ആർട്ടിക്കിൾ. താഴെ കൊടുത്തതിൽ എ ആൻ. നമുക്കറിയാം എയും ആനും ദിയും ആണ് ആർട്ടിക്കിൾ വരേണ്ടത്. അവിടെ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എ മാത്രമാണ് ആർട്ടിക്കിൾ. അടുത്തതായിട്ട് 138 വെർബ് കാണണം, തിരിച്ചറിയണം. ബേർഡ്സ് ഫ്ലൈ ഹൈ. ബേർഡ്സ് നൗണാണ്, ഫ്ലൈ വെർബാണ്. ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് വെർബാണ്. അവിടെ ഫ്ലൈ ആണ് വെർബ്. ഇനി ഫ്രണ്ടിൻ്റെ ഓപ്പോസിറ്റ്. ഫ്രണ്ട് പറഞ്ഞ സുഹൃത്താണ്, പക്ഷെ ശത്രു എന്നർത്ഥം വരുന്ന എനിമിയാണ് കറക്റ്റ് ആൻസർ. ഇനി ലവ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ്. ലവ് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. അപ്പോൾ വെറുക്കുക എന്നുള്ള ഹെയ്റ്റ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 141 മീനിങ് ഓഫ് ഇഡിയം ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, സംഭാഷണം തുടങ്ങുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഇഡിയംസ് ആണ്, ഒരു ശൈലിയാണ്. സ്റ്റാർട്ട് ചെയ്യുക കോൺവെർസേഷൻ, കറക്റ്റ് ആൻസർ. ഇനി ആൻ ആപ്പിൾ ഇൻ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ. അതൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലാണ്. ദിവസേന ഒരു ആപ്പിൾ കഴിച്ചാൽ നമുക്കൊരു രോഗം വരില്ല എന്ന് വരുന്നൊരു പഴഞ്ചൊല്ലാണ്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൊടുത്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കീപ്സ് ദ ഡോക്ടർ എവേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തതായിട്ട് 143 ഹിറ്റ് ദ ബുക്സ് മീൻ. ഹിറ്റ് ദ ബുക്ക് എന്ന ഇഡിയം ശൈലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ത് മീനിങ്ങിലാണ്? അത് ടു സ്റ്റഡി ഹാർഡ്, കഠിനമായി പഠിക്കുക അഥവാ കഠിനാധ്വാനം ചെയ്യുക എന്നർത്ഥത്തിലാണ് ഹിറ്റ് ദ ബുക്സ് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എന്ന ശൈലി യൂസ് ചെയ്യേണ്ടത്. 144 ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. നോൺ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാലവും സമയവും അവസരവും ആരെയും കാത്തു നിൽക്കൂല എന്നുള്ളതാണ്. നമ്മൾ അവസരത്തെ തേടി പിടിക്കണം. അതൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ഓക്കെ, അടുത്തത് 145 ശ്രദ്ധിക്കുക. ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വളരെ വിരളമായി സംഭവിക്കുന്ന എന്നർത്ഥം വരുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ റെയർലി, വിരളമായിട്ട്. സാധാരണ ഈ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ നോർമലി എന്താ പറയുക, കുറേ വർഷങ്ങൾ കൂടുമ്പോഴേ ഈ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവാറുള്ളൂ. ചന്ദ്രൻ സാധാരണയിലും ഭൂമിയോട് അടുത്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഈ ബ്ലൂ മൂൺ ആയിട്ട് മാറുന്നത്. അവിടെ ചന്ദ്രന് നീല നിറമൊന്നും ഉണ്ടാവില്ല കേട്ടോ, പക്ഷേ ചന്ദ്രൻ നിറത്തിൽ കൂടുതൽ പ്രകാശം കാണാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് 146 വീണ്ടും പഴഞ്ചൊല്ല് വന്നു. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ്. അത് നമ്മൾ ഈ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കരുത് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ശൈലിയാണ്, ഒരു പ്രോവർബാണ്, പഴഞ്ചൊല്ലാണ്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാറ്റ്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക. പിന്നെ സ്പിൽ ദ ബീൻസ് എന്ന ഇഡിയംസിൻ്റെ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? റിവീൽ എ സീക്രട്ട്. രഹസ്യം വെളിപ്പെടുത്തുക, പുറംപൂച്ച് പിന്നെ വെളിച്ചത്താക്കുക എന്നൊക്കെ അർത്ഥം വരുന്നത് ഒന്നാണ് സ്പിൽ ദ ബീൻസ്, റിവീൽ എ സീക്രട്ട്. അടുത്തത് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. നമ്മൾ കുറെ കേട്ട ഒരു പഴഞ്ചൊല്ലാണ്. ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലാത്ത ജനറൽ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 149 ശ്രദ്ധിക്കുക എല്ലാവരും. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. അതൊരു ശൈലിയാണ്, ഒരു ഇഡിയംസ് ആണ്. അത് എന്ത് മീനിങ്ങാണ് യൂസ് ചെയ്യേണ്ടത്? സ്റ്റഡി ലേറ്റ് അറ്റ് നൈറ്റ്. രാത്രി വളരെ വൈകിട്ടും പഠിക്കുന്ന ആ ഒരു ശീലത്തിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്നതിന് പറയുന്ന വെർബാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഓക്കെ, അപ്പോൾ സ്റ്റഡി ലേറ്റ് അറ്റ് നൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇനി 150 അവസാനത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊരു പിന്നെ പ്രോവർബാണ്. നമ്മൾക്ക് മലയാളത്തിൽ പറയാറുണ്ട്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. അവിടെ അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കേണ്ടത്. ദർ ഈസ് എ വേ. ആ വേ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ജനറലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ
നമ്മൾ ഔട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്ക് എന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ക്വസ്റ്റിനെ നമുക്ക് വിമർശിക്കാൻ കഴിയൂല. കാരണം ഒരു ടീച്ചറായിട്ട് നമ്മൾ മാറുമ്പോൾ ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ക്വസ്റ്റിനായിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെയറിന് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസും വരുള്ളൂ, 100 ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പിന്നെ മടിക്കരുത്. മാത്രമല്ല എക്സാമിന് മുമ്പ് നമ്മുടെ ഒരു ക്ലാസ് വരുന്നുണ്ട്. അതിൻ്റെ അറിയിപ്പ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ ക്ലാസ്സിൻ്റെ അന്ന് വീണ്ടും അറിയിപ്പ് തരും കേട്ടോ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു വിജയം, എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയട്ടെ. അതുവഴി നല്ലൊരു കരിയർ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയട്ടെ. ഒരു മാതൃകാ ടീച്ചറായിട്ട് നല്ലൊരു കരിയർ നമുക്ക് വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിഷ് നേർന്നുകൊണ്ടും വിഷ് യു ഓൾ ദി ബെസ്റ്റ് നമ്മൾ ഈ ഒരു ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.